ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ ഭാര്യ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ തകൃതിയായി വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മക്കളായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും കുളിപ്പിക്കുകയാണ്, തല തോർത്തി കൊടുക്കുകയാണ്, വസ്ത്രം ധരിപ്പിക്കുകയാണ്. ഇതിനിടയിൽ തന്നെ കുബ്ബൂസും ഉണ്ടാക്കുകയാണ്. ചെറിയ മക്കളുള്ള എല്ലാ ഉമ്മമാരുടെയും അവസ്ഥ ഇത് തന്നെയാണല്ലോ. പക്ഷെ അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുവെങ്കിലും കണ്ട ഭാവം നടിച്ചില്ല. സാധാരണയിൽ ഒന്ന് കാണുമ്പോൾ തന്നെ സ്നേഹം കൊണ്ട് പൊതിയുന്ന ആളാണ്. ഇന്ന് എന്ത് പറ്റിയോ ആവോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ, എന്നെ കണ്ടിട്ടും ഇതുവരെ മിണ്ടാതിരുന്നത് എന്തേ? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ. കേട്ട ഉടനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഞാനൊരു വിരുന്ന് പോകാൻ ഉദ്ദേശിക്കുകയാണ്. തൽക്കാലം നിങ്ങളെയും മക്കളെയും കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. പോകുന്നതൊക്കെ കൊള്ളാം, എപ്പോഴാ മടക്കം? അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഖിയാമത്ത് നാൾ വരെ ഞാൻ മടങ്ങി വരില്ല. ഇടിവെട്ടേറ്റതുപോലെയുള്ള മറുപടി. അലി റളിയല്ലാഹു അൻഹു സ്തംഭിച്ചു നിൽക്കുന്നു. എന്താ ഫാത്തിമ ഈ പറയുന്നത്? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? കണ്ണു നിറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ എന്റെ ഉപ്പാനെ സ്വപ്നം കണ്ടു. ഒരുപാട് കാലമായില്ലേ കണ്ടിട്ട്. നിന്നെ കാണാൻ എനിക്ക് പോതിയാണെന്നും ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണെന്നും. ഇത് കേട്ടയുടനെ അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. കൂടെ ഫാത്തിമ റളിയല്ലാഹു അൻഹു. ആകാശം കറുത്തു, ഭൂമി പിടച്ചു. ജീവനേക്കാളേറെ പ്രണയിച്ച പ്രിയതമ എന്നെ വിട്ടുപോവുകയാണ്. എന്തു പറയണമെന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് അലി റളിയല്ലാഹു അൻഹു. വിതുമ്പിക്കൊണ്ട് സ്വയം വേവലാതിപ്പെടുകയാണ് അലി റളിയല്ലാഹു അൻഹു. എല്ലാവരും പിരിയേണ്ടവരാണ്. നീ പോയാൽ പിന്നെ ഞാൻ ഇല്ലാത്തതുപോലെയാണ്. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? തനിക്ക് നല്ല 2 മക്കളെ സമ്മാനിച്ച, കൊടും ദാരിദ്ര്യത്തിലും പരിഭവങ്ങൾ പറയാതെ കൂടെ നിന്നവൾ, അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ അലി റളിയല്ലാഹു അൻഹു ദുഃഖത്തിന്റെ കൊടുമുടി കയറുകയാണ്. ലോകത്തിലെ ഏറ്റവും നല്ല മാതൃകാ ദമ്പതികൾ തന്റെ പ്രിയതമയെ പിരിയുന്ന വേദന എങ്ങനെ സഹിക്കും? ഇന്ന് റമദാൻ 3, ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് ദിവസമാണല്ലോ. നമുക്ക് ആ മഹദിയുടെ പേരിൽ ഒരു ഫാത്തിഹ എങ്കിലും ഓതി ഹദിയ ചെയ്യാം. അള്ളാഹു അവരുടെ എല്ലാം ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ.